ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. 40 ദിവസം മാത്രം ആയുസ്സുള്ള തേനീച്ചയെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ. ലോകത്തിലെ ആദ്യ നാണയങ്ങളിലൊന്നിൽ ഇതിൻ്റെ ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട്. തേനിൽ ജീവൻ തുടിക്കുന്ന എൻസൈമുകളുണ്ട്. ലോഹനിർമ്മിത സ്പൂണുകളുമായുള്ള സംസർഗത്തിൽ ഈ എൻസൈമുകൾ മരിക്കും. തേൻ കഴിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം മരം കൊണ്ടുള്ള തവി ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക്. തലച്ചോർ നന്നായി പ്രവർത്തിക്കുന്ന ഒരു പദാർത്ഥം തേനിലുണ്ട്. മനുഷ്യന് ജീവൻ നിലനിൽക്കാൻ കഴിയുന്ന ഭൂമിയിലെ അപൂർവ ഭക്ഷണങ്ങളിൽ ഒന്നാണ് തേൻ. ഒരു കാലത്ത് ആഫ്രിക്കയിലെ ജനങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ചത് തേനീച്ചകളാണ്. മനുഷ്യൻ്റെ ജീവൻ 24 മണിക്കൂർ നിലനിർത്താൻ ഒരു സ്പൂൺ തേൻ മാത്രം മതി. തേനീച്ച ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊപ്പോളിസ് ഏറ്റവും ശക്തമായ പ്രതിദഗ്ധ ആൻറ്റിബയോട്ടിക്കാണ്. തേനിന് കാലഹരണമില്ല. ലോകത്തിലെ മഹാന്മാരായ ചക്രവർത്തിമാരുടെ മൃതദേഹങ്ങൾ ശവപ്പെട്ടികളിൽ അടക്കം ചെയ്തിരുന്നു. അഴുകി നശിക്കാതിരിക്കാൻ അവയ്ക്ക് തേൻ കവചം ഒരുക്കാറുണ്ടായിരുന്നു അത്രേ. ഹണിമൂൺ തേനിനോട് ബന്ധപ്പെട്ടതാണ്. ഒരു തേനീച്ച 40 ദിവസത്തിൽ മാത്രമേ ജീവിക്കുന്നുള്ളൂ. കുറഞ്ഞത് 1000 പൂക്കൾ സന്ദർശിക്കുകയും 1 ടീസ്പൂൺ തേനിൽ കുറവ് മാത്രം സമ്പാദിക്കുന്ന, പക്ഷേ അതിൻ്റെ ജീവിതകാലം മുഴുവനുമാണ് എടുക്കുന്നത്. ചില ഉപപാഠങ്ങൾ. 1. ദൈവം നമുക്ക് തരുന്ന ചുരുങ്ങിയ കാലഘട്ടം നന്മയ്ക്കായി മാത്രം ഉപയോഗിക്കാം. അതിനുദാഹരണമാണ് ഐക്യൻ ചാരിറ്റിയും അതിൻ്റെ പ്രവർത്തകരും. 2. ഒരു 30 വർഷം മുമ്പ് വരെ തേനീച്ചയുടെ തേൻ പിഴിഞ്ഞെടുത്തതിന് ശേഷമുള്ള മെഴുകിൽ നിന്നുള്ള തിരിയാണ് ത്രോണോസിൽ കത്തിച്ചിരുന്നത്. അതിനർത്ഥം അനേക വായുകളിൽ നിന്നുള്ള പ്രാർത്ഥന ഒരു പെരുനദിയായി സ്വർഗത്തിലേക്ക് എത്തുന്നു എന്നാണ്. വല്യച്ഛന്മാർ കൊഴുപ്പിൽ നിന്നും മറ്റുമുള്ള മെഴുക് ത്രോണോസിൽ വിലക്കിയിരുന്നു. 3. എല്ലാവരെയും ദ്രോഹിച്ച് മനസമാധാനം നൽകാതെ 100 വർഷം നീ ജീവിച്ചിട്ട് നിനക്ക് എന്ത് പുണ്യം കിട്ടാനാണ്? എന്തേ കാര്യം? ഒന്ന് തിരിഞ്ഞു നോക്കണം. 4. ഈ ഇത്തിരി പോകുന്ന ജീവിയിൽ നിന്ന് ഒത്തിരി പോകുന്ന പാഠങ്ങൾ പഠിക്കാനുണ്ട്. നീട്ടുന്നില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ.